എല്ലാവർക്കും നമസ്കാരം. പാവയ്ക്ക മോളി, പാവയ്ക്ക ദാൽ കറി, പാവയ്ക്ക കിച്ചടി, പാവയ്ക്ക തോരൻ എന്നീ വ്യത്യസ്തങ്ങളായ 4 റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പാവയ്ക്ക മോളി തയ്യാറാക്കാം. അതിനായിട്ട് പാവയ്ക്ക ചെറുതാക്കി കട്ട് ചെയ്യണം. അതിലേക്ക് നമ്മൾ സ്വല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം 5 മിനിറ്റ് അത് മാറ്റി വയ്ക്കണം. 5 മിനിറ്റ് കഴിഞ്ഞു. ഞാനിപ്പോൾ അതിലത്തെ ചാറൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. നമ്മൾ 5 മിനിറ്റിന് ശേഷം അത് പിഴിഞ്ഞാൽ ഇതുപോലെ അതിലത്തെ ചാറൊക്കെ മാറി കിട്ടും. അപ്പോൾ നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി അതിന് ശേഷം നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. അതിന് ശേഷം കറിവേപ്പില, പിന്നെ 3 പച്ചമുളക് കട്ട് ചെയ്തത്, ഒരു ചെറിയ സബോള കട്ട് ചെയ്തത് എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കതിലേക്ക് 1/4 സ്പൂണും കൂടെ ഉപ്പ് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ അതിലേക്ക് ഒരു വറ്റൽമുളക് പൊട്ടിച്ചിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കണം. അതായത് ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ട് വരണം ഇത്, എങ്കിലാണ് ഇതിന് പെർഫെക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമ്മുടെ ഇതെല്ലാം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1/2 സ്പൂണ് മുളക് പൊടിയും 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാവയ്ക്ക ആഡ് ചെയ്യാം. പാവയ്ക്ക ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതിലേക്ക് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂൺ പുളിവെള്ളം ആഡ് ചെയ്യാം. പുളിവെള്ളം ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് സ്വല്പം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കത്തിക്കണം. അതിനുശേഷം നമുക്ക് അതിലത്തെ പുളിയുടെ അളവ് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ സ്വല്പം കൂടെ പുളി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് 2 പാൽ ഒഴിക്കേണ്ട ആവശ്യമുണ്ട്. അതായത് ഒരു തേങ്ങയുടെ അരമുറി തേങ്ങ ചെരുകിയിട്ട് അതിൻ്റെ 1 പാലും 2 പാലും വേർതിരിച്ചിരുന്നു. അതിലത്തെ 2 പാൽ നമുക്കിതിലേക്ക് ഒഴിച്ച് 5 മിനിറ്റ് അടച്ച് വേവിക്കണം. 5 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് നോക്കാം. എനിക്കിതിൽ ഉപ്പ് ഇത്തിരി കുറവുണ്ട്. ഞാനിപ്പോൾ സ്വല്പവും കൂടെ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് 1 പാൽ ഒഴിച്ച് ഗ്യാസ് ഓഫ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അടച്ച് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ പാവയ്ക്ക ദാൽ കറിയാണ് ചെയ്യാൻ പോണത്. പാവയ്ക്ക ദാൽ കറി ചെയ്യാനായിട്ട് നമ്മൾ പാവയ്ക്ക ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടായിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാവയ്ക്കുണ്ടല്ലോ അത് അതിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. അതൊരു ബ്രൗൺ കളർ ആവണ വരയ്ക്ക് നമ്മൾ ഇളക്കണം. നമുക്കതിലേക്ക് സ്വല്പം ഉപ്പ് ആഡ് ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് ബ്രൗൺ കളറായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് സ്വല്പം പുളി ആവശ്യമുണ്ട്. അതായത് 1 ടേബിൾ സ്പൂണൊക്കെ പുളി പിഴിഞ്ഞതാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്യണത്. അത് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവണ വരയ്ക്ക് ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇപ്പോൾ 1 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നിട്ട് അതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് 2 പാൽ, അതായത് ഒരു തേങ്ങയുടെ അരമുറി തേങ്ങ ചെരുക്കി പിഴിഞ്ഞിട്ടുള്ള അതിൻ്റെ 2 പാൽ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. അപ്പോൾ അതൊക്കെ അതിൽ കിടന്നിട്ട് ഒന്ന് നന്നായിട്ട് വെന്ത് പാകമാവണം. അതിനാണ് 2 മിനിറ്റ് അടച്ചു വയ്ക്കണത്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ തുറന്നു. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇനി 1 പാൽ ഒഴിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് 1 പാൽ ഒഴിച്ചതിന് ശേഷം തിളയ്ക്കേണ്ട ആവശ്യമില്ല. 1 പാൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് 1 സെക്കൻഡ് അടച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഉള്ളി താളിച്ചൊഴിക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ട് മൂപ്പിക്കണം. ചെറിയുള്ളി മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് കറിവേപ്പിലയും കടുകും സ്വല്പം ഉഴുന്നും പരിപ്പിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് സ്വല്പം ശർക്കര ആഡ് ചെയ്യണം. അതായത് ഒരു 1/4 സ്പൂണൊക്കെ ശർക്കര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഞാനത് മുന്നേ ആഡ് ചെയ്യാൻ മറന്നു, പക്ഷേ ഇപ്പോൾ ചെയ്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ശർക്കര അരിഞ്ഞത് ഒരു 1/4 സ്പൂണ് ആഡ് ചെയ്യാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് നമുക്ക് 1 സെക്കൻഡിന് ശേഷം സെർവ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്ക തോരനാണ്. പാവയ്ക്ക തോരന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാവയ്ക്ക എടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ക്യാരറ്റ് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് അരപ്പ് ആവശ്യമാണ്. അതിനായിട്ട് ഒരു 1/4 മുറി നാളികേരം, ഒരു ചെറിയുള്ളി ഒരു 3-4 എണ്ണം, 4 പച്ചമുളക്,
1/4 സ്പൂണ് നല്ല ജീരകം. ഇതൊക്കെ കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യാനുസരണം വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അതായത് ക്യാരറ്റും സബോളയും അതുപോലെ തന്നെ നമ്മുടെ പാവയ്ക്കയും കൂടെ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് അതിൻ്റെ പച്ച നിറമൊക്കെ ഒന്ന് മാറി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണ വരയ്ക്ക് നമ്മളതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ആവശ്യാനുസരണം നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ കറിവേപ്പിലയും ആഡ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇത് അടച്ചു വയ്ക്കാം. ഇത് അടച്ച് വെച്ച് ഒന്ന് വെന്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ നാളികേരവും നല്ല ജീരകവും ചെറിയുള്ളിയും പച്ചമുളകും അതൊന്ന് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു സ്പൂണൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് ഒരു 2 മിനിറ്റും കൂടെ വേവിച്ചതിന് ശേഷം നമുക്ക് തുറന്നിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് സ്വല്പം തൈരോ അല്ലാന്നുണ്ടെങ്കിൽ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചാൽ ടേസ്റ്റ് കൂടും. പക്ഷെ ഞാനിപ്പോൾ അതൊന്നും ചെയ്യണില്ല, എങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ അടിപൊളി നമ്മുടെ പാവയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പാവയ്ക്ക കിച്ചടിയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പാവയ്ക്ക ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 4 പച്ചമുളക് വട്ടന അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില 1/2 മുറി നാളികേരം, കടുക് 1/4 സ്പൂണ്, നല്ല ജീരകം 1/4 സ്പൂണ്. ഇനി നമ്മൾ ഈ കടുകും നാളികേരവും നല്ല ജീരകമൊക്കെ കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് സ്വല്പം തൈര് ചേർത്താണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാനായി സാധിക്കും. അപ്പോൾ നമുക്കതാദ്യം അരച്ചു വയ്ക്കാം. ഇനി അരച്ചു വെച്ച് നമുക്ക് മോരിൽ മിക്സ് ചെയ്യേണ്ടതാണ്. പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യാനുസരണം വെളിച്ചെണ്ണ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാവയ്ക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവണ വരയ്ക്കും മൂപ്പിച്ചെടുക്കണം. ഇതൊരു ബ്രൗൺ കളർ ആവണം, എങ്കിലാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഏകദേശം ബ്രൗൺ കളർ ആവണ സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയൊക്കെ ആഡ് ചെയ്യണം. അങ്ങനെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് നല്ല ബ്രൗൺ കളറാവും. ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിടാം. എന്നിട്ട് നമുക്ക് നമ്മുടെ തൈര് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ തൈരിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അതായത് നമ്മൾ നാളികേരവും കടുകും നല്ല ജീരകവും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കടുക് അരക്കണതിന് പകരം കടുകിൻ്റെ പൊടി ആയാലും മതി, അതാണെങ്കിൽ ഒരു 1/4 സ്പൂണ് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ തൈരിലേക്ക് ഈ അരപ്പൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന് തിക്നെസ് തോന്നുകയാണെങ്കിൽ നമുക്ക് സ്വല്പം വെള്ളം ആഡ് ചെയ്യാം. ഇനി നമുക്കിതിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് അത് കറക്റ്റാക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മളിത് വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ പാവയ്ക്കയും പച്ചമുളകൊക്കെ, അത് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കണം. അതിനുശേഷം ഇത് വറുത്തിട്ടുള്ള വെളിച്ചെണ്ണയിൽ നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ്. അതായത് ആ വെളിച്ചെണ്ണ വെച്ച് ഒന്നും കൂടെ ചൂടാക്കിയതിന് ശേഷം നമ്മൾ കടുകും കറിവേപ്പിലയും വറ്റൽ മുളകും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ച് ഒരു സ്വല്പ നേരം അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ വ്യത്യസ്തങ്ങളായ 4 വിഭവങ്ങൾ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ആ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. നന്ദി, നമസ്കാരം.